ഇടുക്കി മറയൂരിൽ ജ്യേഷ്ഠൻ അനിയനെ വെട്ടിക്കൊന്നു. മറയൂർ ചെറുവാട് സ്വദേശി ജഗനാണ് കൊല്ലപ്പെട്ടത്. ജഗന്റെ ജ്യേഷ്ഠൻ അരുൺ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, വീണ്ടും ഒരു നടുക്കമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്താണ് സംഭവിച്ചത്? ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ്? പോലീസ് വിശദീകരിക്കുന്നത് എന്താണ് രാഹുൽ? രജിത്ത്, വാക്കുതർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ ജഗൻ സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായിരുന്നു. ഈ മേഖലയിലൊക്കെ ആളുകൾക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടി കൊല്ലപ്പെട്ട ജഗൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജഗൻ മറ്റൊരു സ്ഥലത്ത് മാറി താമസിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഈ അരുണും അവരുടെ ബന്ധുക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് വൈകിട്ട് ജഗൻ എത്തുകയും അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. ഈ ജഗനെ കൊലപ്പെടുത്തിയ അരുണും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ അരുണിന്റെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുവായ ഒരു സ്ത്രീയെ വെട്ടി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ സംഘർഷം അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. അങ്ങനെ ഈ അരുൺ, ജഗന്റെ ജ്യേഷ്ഠനാണ് അരുൺ ഈ ജഗനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തലക്കേറ്റ വെട്ടാണ് ഈ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പിന്നീട് ഉടൻ തന്നെ ഈ അരുണിനെ മറയൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സ്ഥലത്ത് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും മദ്യലഹരിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യവും. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകളാണ്. കോഴിക്കോട് നിന്നാണെങ്കിൽ ഈങ്ങാപ്പുഴയിൽ നിന്നാണെങ്കിൽ പുറത്തു വന്നത് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയാണ്. ഇടുക്കി മറയൂരിൽ നിന്ന് ജ്യേഷ്ഠൻ അനിയനെ വെട്ടിക്കൊന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.